വാർത്തകൾ വിശദമായി. നവജാത ശിശുക്കളെ തെരുവിൽ ഉപേക്ഷിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്ന സംഭവങ്ങൾ ഇല്ലാതാക്കാൻ തിരൂരിൽ തുടങ്ങിയ അമ്മത്തൊട്ടിലിന്റെ സ്ഥാപക ഡോക്ടർ കുമാരി സുകുമാരന് ഭീഷണി. അമ്മത്തൊട്ടിലിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞില്ലെങ്കിൽ വിവരമറിയുമെന്നാണ് അജ്ഞാതർ നേരിട്ടെത്തി ഭീഷണി മുഴക്കിയിരിക്കുന്നത്. തിരൂരിലെ ഡോക്ടർ കുമാരി സുകുമാരന്റെ അമ്മത്തൊട്ടിലിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിയണമെന്നാവശ്യപ്പെട്ടാണ് 4-അംഗ സംഘം ഡോക്ടറുടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയതായി പറയുന്നത്. വീട്ടിൽ എത്തിയവർ സന്ദർശകരായിരിക്കുമെന്ന് കരുതി അവരെ സ്വീകരിച്ചിരുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഞങ്ങൾ നിങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ വന്നതല്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതത്രേ. നേരത്തെ അജ്ഞാത ഫോൺ കോളുകളിലും ഭീഷണി വരാറുണ്ടായിരുന്നുവെന്ന് കുമാരി സുകുമാരൻ പറയുന്നു. അവിഹിത ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന നവജാത ശിശുക്കളെ കൊലപ്പെടുത്തുന്നതും തെരുവിൽ ഉപേക്ഷിക്കുന്നതും പതിവായ 2005-2008 കാലഘട്ടത്തിൽ 13 കുഞ്ഞുങ്ങളെയാണ് അമ്മമാർ ഉപേക്ഷിച്ചത്. തിരൂർ KG പടിയിൽ നവജാത ശിശു ഉറുമ്പുകടിയേറ്റ് കുറ്റിക്കാട്ടിൽ പിടഞ്ഞു കരയുന്നത് കണ്ടാണ് കുമാരി സുകുമാരൻ അമ്മത്തൊട്ടിൽ എന്ന ആശയം യാഥാർത്ഥ്യമാക്കിയത്. അമ്മത്തൊട്ടിലിൽ ഇതിനകം 11 നവജാത ശിശുക്കളെ ലഭിച്ചു. കുഞ്ഞിനെ കിട്ടിയാൽ ഉടനെ മാധ്യമപ്രവർത്തകരെയും പോലീസിനെയും അറിയിക്കും. പോലീസിന്റെ സാന്നിധ്യത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഭാരവാഹികൾ ഏറ്റെടുക്കാറാണ് പതിവ്. മലപ്പുറത്ത് അഡോപ്ഷൻ സെന്റർ ഇല്ലാത്തതിനാൽ തൃശൂരിലേക്കാണ് മാറ്റാറുള്ളത്. അമ്മത്തൊട്ടിലിൽ കിട്ടിയ 9 കുഞ്ഞുങ്ങളെ തൃശൂരിലെ തണൽ എന്ന സംഘടനയ്ക്ക് കൈമാറുകയും ചെയ്തു. അമ്മത്തൊട്ടിൽ പൂട്ടിക്കാൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചു വന്നിരുന്നു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെ ചില വ്യക്തികളും അമ്മത്തൊട്ടിലിന് എതിരാണ്. കുഞ്ഞുങ്ങളെ തണലിന് കൈമാറുന്നതിനെതിരെ പ്രതിഷേധമുയർന്ന ശേഷം പോലീസിൽ ഏൽപ്പിക്കാറാണ് പതിവ്. അമ്മത്തൊട്ടിൽ ആധുനിക രീതിയിൽ പരിഷ്കരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് അജ്ഞാതരുടെ ഭീഷണിയും ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലബാർ ടൈംസ്. തിരൂരിലെ അമ്മത്തൊട്ടിലിന് നേരെ അതിന് നടത്തിപ്പുകാരി ഡോക്ടർ കുമാരി സുകുമാരൻ അജ്ഞാതർ ഭീഷണി മുഴക്കിയിരിക്കുന്ന ഈ വിഷയം മലബാർ ടൈംസ് ചാനൽ ചർച്ച ചെയ്യുകയാണ്. സ്റ്റുഡിയോയിൽ ഡോക്ടർ കുമാരി സുകുമാരൻ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം ടെലിഫോൺ ലൈനിൽ അഡ്വക്കേറ്റ് ഷെരീഫ് ഉള്ളത്ത്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ജുവൈനൽ ജസ്റ്റിസ് ടെലിഫോൺ ലൈനിലും ചേരുകയാണ്. ഡോക്ടർ കുമാരി സുകുമാരൻ, അമ്മത്തൊട്ടിലിന് നേരെ വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ വളരെ കാര്യമായ പ്രവർത്തനമാണ് ഡോക്ടർ കുമാരി സുകുമാരൻ വർഷങ്ങളായി തിരൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ചിലർ ഭീഷണി ഉയർത്തിയിരിക്കുന്നു. ആരാണവർ? ആരാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് കുറേ കോൾസ് വരാറുണ്ടായിരുന്നു. അത് നോ നമ്പറിലാണ് വരാറുള്ളത്. അപ്പോൾ ഞങ്ങൾ പോലീസിനെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ പോലീസ് പറഞ്ഞു ഞങ്ങളത് നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസം മുമ്പും എനിക്കൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറയും ഇങ്ങനെ നോ നമ്പർ വന്നാൽ എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഫോൺ അടിച്ചാൽ ഞാൻ ആരാ വിളിക്കണമെന്ന് നോക്കാറില്ല, പെട്ടെന്ന് ഫോൺ എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴാണ് അവർ പറയുക ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അമ്മത്തൊട്ടിലിൽ വളർത്താൻ വിചാരിക്കേണ്ട, അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കും, അതുകൊണ്ട് അത് ഇല്ലാണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് 4 ദിവസം മുമ്പ് എനിക്ക് കാലിൽ ചെറിയൊരു ഫ്രാക്ചർ, ഹെയർലൈൻ ഫ്രാക്ചർ ആയതുകൊണ്ട് എനിക്കധികം നടക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഉമ്മറത്തെ റൂമിൽ ഇരിക്കാൻ, അടുത്ത റൂമിൽ എൻ്റെ പണിക്കാരത്തി അടിച്ചവരുമായിരുന്നു. ഒരു രാവിലെ 11:15-ൻ്റെയും 11:30-ൻ്റെയും ഉള്ളിലാണുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വാതിൽ തുറന്ന് വെച്ച് കണ്ടപ്പോൾ 4 പേര് ഉള്ളിലേക്ക് വന്നു. അവർ വന്നുകൊണ്ട് ഞാൻ പതുക്കെ എണീച്ചിട്ട് അവരോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല, ഇവിടെ ഇനിയിപ്പോൾ ഈ അമ്മത്തൊട്ടിൽ തുടങ്ങാൻ പാടില്ല, അത് വല്ലതും തുടങ്ങിയാൽ അതിൻ്റെ അനുഭവം നിങ്ങൾക്ക് കിട്ടും പറഞ്ഞിട്ട് അവരെ പറയലും പോകലും ഒക്കെ കഴിഞ്ഞു. ഞാൻ ആകെ സ്തംഭിച്ചിരുന്നു. എനിക്ക് ഒന്നും പറയാനും പറ്റിയില്ല, ഒന്നും ആലോചിക്കാനും പറ്റില്ല. ഞാൻ അങ്ങനെ പേടിച്ചിട്ട് അങ്ങനെ ചോട്ടിൽ ഇരുന്ന് പോയി. പിന്നെ കുറേ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ഞാനത് പറഞ്ഞത്. അപ്പോൾ അവർ അപ്പോൾ ഡോക്ടറും ചോദിച്ചു അപ്പോൾ തന്നെ വിളിക്കായിരുന്നില്ലെന്ന്. എനിക്ക് ആകെ ഒന്നും അറിഞ്ഞില്ല ഞാൻ എന്താ ചെയ്യണമെന്ന്. ഞാൻ ആകെ പേടിച്ചിട്ടുണ്ടായിരുന്നു. പോലീസിന് പരാതി നൽകിയിട്ടുണ്ടോ? ഉണ്ട്. ഉടനെ തന്നെ ഡോക്ടർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അവിടുത്തെ SIനോട് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി അന്വേഷിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഗൾഫിൽ നിന്നും കോളുകൾ വരാറുണ്ടായിരുന്നു? അതാണ് നോ നമ്പർ എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞത് പുറമേത്തെ കോൾസ് ആയിരിക്കണമെന്നാണ് പറയണത്. കമ്പ്യൂട്ടർ ത്രൂ ആണ് ഇതൊക്കെ ചെയ്യണമെന്നാണ് പറയണത്. ഓക്കെ. എന്തായിരിക്കും? നല്ലൊരു പ്രവർത്തനമാണ്, വർഷങ്ങളായി നടത്തുന്ന ഒരു പ്രവർത്തനമാണ് ഇത്. എന്തെങ്കിലും സൂചനകളുണ്ടോ? ഏതെങ്കിലും രീതിയിൽ എനിക്കറിയില്ല. എനിക്കതന്നെ നാട്ടുകാരോട് ചോദിക്കാനുള്ളത്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്യണത്? ഈ വഴിയിൽ എറിഞ്ഞ് പൂച്ചകളും നായ്ക്കളും ഉറുമ്പുകളും കടിച്ച് ഉപദ്രവിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒരു സ്ഥലം നൽകി മാത്രമേ ഉള്ളൂ. ആ അമ്മത്തൊട്ടിലിൽ അവരെ കടത്തിച്ചാൽ അവർക്ക് ഞാൻ CWCനെ ഹാൻഡ് ഓവർ ചെയ്യുന്നു. അവർക്ക് നല്ലൊരു ഭാവി കിട്ടുന്നു, നല്ലൊരു കുടുംബം കിട്ടുന്നു. അതിനെന്താണ് ഇത്രയൊക്കെ എതിർപ്പെന്ന് എനിക്കറിയില്ല.
ഏത് വർഷമാണ് അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത്? 2008 ഓഗസ്റ്റിലാണ് ഉണ്ടായത്. ഞാൻ അപ്പോൾ റോട്ടറി ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വഴിയിലിങ്ങനെ വെച്ച് ഒരു കുട്ടീനെ ഇങ്ങനെ നായ്ക്കളും എറുമ്പും കടിക്കുന്നത് കണ്ടിട്ട് ആ വളരെ സങ്കടമായ ഒരു ഇതിലാണ് ഞാനത് തുടങ്ങിയത്. അതിന് ഇപ്പോൾ നമുക്ക് 11 കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. എത്ര പേരെ കിട്ടിയിട്ടുണ്ട്? 11 കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. നിയമപരമായ എല്ലാ ഞങ്ങൾക്ക് കുട്ടീനെ കിട്ടിയ ഉടനെ ആദ്യം ഞാൻ പോലീസ് സ്റ്റേഷനെ അറിയിക്കും, പിന്നെ എല്ലാ മീഡിയാസിനെ അറിയിക്കും. എന്നിട്ട് പോലീസാണ് CWCനെ വിളിച്ചിട്ട് കുട്ടീനെ എടുക്കാറും. അതിന് മുമ്പ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് ആ കുട്ടിയെ ഫുൾ ചെക്കപ്പ് ചെയ്യാറുണ്ട്. ആ കുട്ടിയുടെ എപ്പോഴും 2ാമത്തെ ദിവസമാണ് കിട്ടുക. പൊക്കിൾ ചോടുകയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ കുട്ടീനെ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവർക്ക് വേണ്ടി എല്ലാ ശുശ്രൂഷയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ കുമാരി സുകുമാരൻ, അഡ്വക്കേറ്റ് ഷെരീഫ് ഉള്ളത്ത് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഷെരീഫ് ഉള്ളത്ത്, തിരൂരിലെ അമ്മത്തൊട്ടിൽ നേരെ ഭീഷണി ഉണ്ടായിരിക്കുന്നു. ഒരു സന്നദ്ധ പ്രവർത്തകയുടെ മനോധൈര്യം തകർക്കുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങയുടെ പ്രതികരണം? തീർച്ചയായും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളിലുള്ള അസംതൃപ്തി ജനാധിപത്യ രീതിയിൽ പ്രചരിപ്പിക്കുന്ന രീതിയിലല്ല സംഭവിച്ചിരിക്കുന്നതെന്നാണ് പ്രഥമദൃഷ്ട്യ ഞാൻ മനസ്സിലാക്കുന്നത്. കുമരി സുകുമാരനെ പോലുള്ള പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയുണ്ടായ ശ്രമമുണ്ടായി എന്ന വാർത്ത വളരെ ദുഃഖകരവും അതോടൊപ്പം അപലപനീയവുമാണ് എന്നാണ് എന്റെ വ്യക്തിപരമായ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം. ശ്രീ ഷെരീഫ് ഉള്ളത്ത്, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് താങ്കൾ. ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണ്? അമ്മത്തൊട്ടിൽ നിയമസാധുത എല്ലാ രീതിയിലുള്ള നിയമ സംഹിതകളും പാലിച്ചുകൊണ്ട് തന്നെയാണോ ഇത്തരത്തിൽ കുട്ടികളെ ഏറ്റെടുക്കാറുള്ളതും? ആർക്കാണ് ഇതിലൊരു ബുദ്ധിമുട്ട് ഉള്ളത്? ഒരു ഭീഷണിയുടെ സ്വരം ഉണ്ടാകുവാനുള്ള ഒരു സാഹചര്യം എന്താണ്? അത്തരം കാര്യങ്ങളെ കുറിച്ച് വിശദമായി പോലീസ് അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരേണ്ടുന്ന കാര്യമാണ്. അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന ഒരു സങ്കല്പം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സാമാന്യമായ പൊതുമണ്ഡലത്തെ കൂടുതൽ ബോധവൽക്കരിച്ച് അമ്മത്തൊട്ടിൽ പോലുള്ള സംവിധാനങ്ങൾ ഇല്ലാതാക്കണം എന്ന അഭിപ്രായമുള്ളയാളാണ് ഞാൻ. യഥാർത്ഥത്തിൽ കുട്ടികളെ സറണ്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ഏതൊരു പൊതുപൗരനും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന 1ാം ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിൽ നേരിട്ട് ഹാജരാക്കാം. പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തകർക്ക് അതിനു വേണ്ട എല്ലാ സഹായങ്ങളും പൊതുജനത്തിന് ചെയ്തു കൊടുക്കാനുള്ള അവകാശവും ഉണ്ട്. ഇവിടെ തിരൂരിൽ പ്രവർത്തിക്കുന്ന അമ്മത്തൊട്ടിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടപടികൾ എടുക്കേണ്ടത് സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ പെർമിഷൻ ഈ സ്ഥാപനം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചില അന്വേഷണങ്ങൾ ആദ്യകാലത്ത് നടന്നിരുന്നു. അക്കാലത്ത് അതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ സംവിധാനങ്ങൾ പൂർത്തിയാക്കിയതല്ല എന്ന് മനസ്സിലാക്കിയിരുന്നു. എങ്കിൽ പോലും പോലീസിന്റെ ഉന്നതരുടെയൊക്കെ അനുവാദത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് എന്ന് ബന്ധപ്പെട്ട ആളുകൾ വിശദീകരിച്ചിരുന്നു. ഈ അടുത്ത കാലത്തായി ലഭിച്ചിരിക്കുന്ന കുട്ടികളെ കൃത്യമായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുന്നിൽ എത്തിക്കുന്നതിന് പോലീസ് സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും നിയമവിധേയമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നടത്തുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാണിക്കേണ്ടുന്ന ഒരു ഉത്സാഹം കുറഞ്ഞു പോകുന്നുവോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയെ ലഭിക്കുന്നത് നിയമപ്രകാരമായി അത് ലീഗലൈസ് ചെയ്യുക എന്നുള്ളതിന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ശ്രമിക്കേണ്ടുന്ന എല്ലാ ശ്രമങ്ങളും നടത്താറുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നവർ നിയമത്തോട് കമ്മിറ്റ്മെന്റ് കാണിക്കുന്നതിന്റെ ഭാഗമായി നേരിട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്തിക്കുന്നതിൽ വലിയ അപാകതകൾ പലപ്പോഴും ഇത്തരം പ്രവർത്തിക്കുന്ന അമ്മത്തൊട്ടിലുകളിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അധികൃതമായി നടത്താത്ത സ്ഥാപനങ്ങൾ. അധികൃതം എന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളുടെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സാമൂഹ്യ നീതി വകുപ്പിന്റെയോ നേരിട്ടുള്ള അംഗീകാരം വാങ്ങാത്ത സ്ഥാപനങ്ങൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്നത് ഒരു ആശാസ്യകരമായ പ്രവണതയല്ല. പ്രത്യേകിച്ച് കുട്ടികളെ ലഭിക്കുന്ന മുറക്ക് അത് ദത്ത സമ്പ്രദായത്തിലേക്ക് ഗവൺമെന്റ് പൂളിലേക്ക് പ്ലേസ് ചെയ്യുന്നതിനും മറ്റുമുള്ള ഏജൻസികൾ ധാരാളമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സ്ഥിതിക്ക് പിന്നീട് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് രണ്ടഭിപ്രായം വേണ്ടതില്ല. രജിസ്ട്രേഷനോടുകൂടിയായിരിക്കണം ഇത്രയും എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കേണ്ടത് എന്നാണ് നിയമത്തിന്റെ പക്ഷം. അതാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ എന്റെ അഭിപ്രായം. അഡ്വക്കേറ്റ് ഷെരീഫ് ഉള്ളത്ത്, താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക. ഡോക്ടർ ഷെരീഫ് ഉള്ളത്ത് പറയുന്നതിനോട് ആ ഒരു രീതിയിൽ തന്നെയാണോ അമ്മത്തൊട്ടിലും തിരൂരിലെ അമ്മത്തൊട്ടിലും? അമ്മത്തൊട്ടിൽ തുടങ്ങിയത് ഞാൻ ഇങ്ങനെ ഒരു പറഞ്ഞില്ലേ, സങ്കടമായ കാര്യം കണ്ടപ്പോൾ ഞാൻ കളക്ടറേനെയും SP-നോടും പറഞ്ഞു ഞാനിങ്ങനെ അമ്മത്തൊട്ടിൽ തുടങ്ങിക്കോട്ടെ. അതുകൊണ്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ പുറത്തറിയുന്ന കുട്ടികളെ അകത്തുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു
സ്ഥലം കിട്ടുമല്ലോ, ഇങ്ങനെ എറിഞ്ഞിട്ട് എത്ര കുട്ടികളെ മരിക്കണത്, അതിനൊന്നും ആർക്കും ഒന്നും പറയാനില്ല. ഇത് ഞാൻ തുടങ്ങിയതിൻ്റെ ശേഷം തന്നെ എത്രയോ കുട്ടികളെ അമ്മമാർ കൊന്നിട്ട് അവിടെ കടലിൽ എറിയും പുഴയിൽ എറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ആരും ഒന്നും പറയാനുമില്ല, ഒന്നും നടപടി എടുക്കണമില്ല. ഇത് നല്ലൊരു കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് എഴുതി ഞങ്ങൾക്കൊരു വക്കീലുണ്ട്, അദ്ദേഹം എല്ലാ കാര്യങ്ങളും അതേമാതിരി തന്നെ ചെയ്യുന്നത്. CWC തുറന്നത് ഞങ്ങൾ തുടങ്ങിയതിൻ്റെ ശേഷമാണ്. അതിൻ്റെ ശേഷമാണ് CWC വന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഞങ്ങൾ അവരായിട്ടുള്ള ബന്ധപ്പെടുകയും ചെയ്തു. അവർക്കും അറിയാം ഞങ്ങൾക്ക് വരുന്ന കുട്ടികളെ അവർക്ക് തന്നെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണത്. എന്ന് വെച്ചാൽ കുട്ടിയെ കിട്ടിയ ഉടനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ വെച്ചാൽ അത് ഞങ്ങൾക്കും കൂടി ഒരു സെക്യൂരിറ്റിയാണ്. ഞങ്ങൾക്കൊരു കുട്ടീനെ അമ്മത്തൊട്ടിൽ കിട്ടിയാൽ ഉടനെ ഞങ്ങൾ പോലീസിനോട് പറയും. അല്ലെങ്കിൽ നാളെ വേറെ ആരെങ്കിലും വന്നിട്ട് എൻ്റെ കുട്ടീനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അതിന് ബ്ലെയിം ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഞങ്ങൾക്കും കൂടി അത് ഉത്തരവാദിത്തമല്ലേ. ഞങ്ങളത് ഫുൾ എല്ലാം അങ്ങനെ ചെയ്തിട്ട് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ഇതൊന്നും ആർക്കതിന് ഒരു മിസ്റ്റേക്ക് കണ്ടെത്താൻ പറ്റില്ല. ഞങ്ങളൊക്കെ ക്ലിയർ ആയിട്ടാണ്. ഞങ്ങൾക്ക് അതിന് വേണ്ടി ഒരു വക്കീലുണ്ട്, എല്ലാം ഉണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട്. പല ഭാഗങ്ങളിലും സദാചാര പോലീസ്, ചില സംഘടനകൾ, ഏതെങ്കിലും സംഘടനകൾ ഇതിനെതിരെ തിരിഞ്ഞു എന്നുള്ള ഒരു അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ എന്തുകൊണ്ടാണെന്നുള്ളത്, എന്താ കുട്ടികളെ ഞങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. കുട്ടികളെ കിട്ടിയ ആ കുട്ടീനെ CWC കൊടുക്കണവർക്ക് മാത്രമേ ഞാൻ കുട്ടീനെ ഹാൻഡിൽ ചെയ്യൂ. അതിനുശേഷം CWCയിൽ 3 മാസം വയ്ക്കും. അതെന്തിനാ വെച്ചാൽ കുട്ടികളുടെ അമ്മമാർക്ക് നീ തിരിച്ചു വന്ന് കുട്ടികളെ ക്ലെയിം ചെയ്യണമെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറഞ്ഞിട്ട് അതിന് ശേഷമാണ് അവരെ അഡോപ്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൽ ആർക്കും ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വളരെ വളരെ ക്ലിയറാണ്, സ്ട്രേറ്റ് അവേ വഴിയാണ്. ഇതിൽ യാതൊരു ഇതുമില്ല. ഉപേക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരു വളരെയധികം മോശമായ ഒരു കാര്യമാണ്. കുട്ടി ഉപേക്ഷിക്കപ്പെടുക. പക്ഷെ ആ ഒരു സംരംഭത്തിൽ നിന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവണതകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ചിലരുടെ ഒരു ബുദ്ധിയിൽ തോന്നുന്ന ഒരു കാര്യമായിരിക്കുമോ സന്നദ്ധ പ്രവർത്തകരെ ഇത്തരത്തിൽ പിന്തിരിപ്പിക്കുക എന്നുള്ള ഒരു നയം? അങ്ങനെ ആയിരിക്കാം, എനിക്കറിയാം, അതിനെ പറ്റിയിട്ട് പറയാം. പക്ഷേ നിങ്ങൾ വേറൊന്നും കൂടെ ആലോചിക്കണം. ചില സ്ത്രീകൾ രണ്ടാമത് കല്യാണം കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ആളാണ് അവർക്ക് കുട്ടിയെ ഉണ്ടാവുക. അപ്പോൾ അവർ പറയും നമുക്ക് കുട്ടി വേണ്ടാന്ന് പറയുമ്പോൾ അവർ കൊണ്ട് കുപ്പത്തൊട്ടിൽ ഇടുന്നേക്കാട്ടിലും ഭേദം നമ്മുടെ അമ്മത്തൊട്ടിൽ കൊണ്ട് ആ കുട്ടി രക്ഷപ്പെടുന്നില്ലേ. ഇത് തുടങ്ങിയതിൻ്റെ ശേഷം എത്ര കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 5-ാം തീയതി ഞാൻ ഒടുവിലായിട്ട് എനിക്കൊരു കുട്ടീനെ കിട്ടിയത്, പെൺകുട്ടീനെ കിട്ടിയത്. അത് കിട്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 12-ാം തീയതിയാണ് തോന്നുന്നു ഞങ്ങളുടെ ഇതിൽ ലേക്കിൽ ഒരു കുട്ടീനെ അട്ടപ്പെട്ടിയിൽ കെട്ടിയിട്ട് എറിഞ്ഞിക്കുന്നു. അതെന്താ കാരണം? ബിക്കോസ് പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളൊരു സംസാരം ഉണ്ടായപ്പോൾ ആയിരിക്കണം അവർ എറിഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഞാൻ പറയും, ഇന്ന് വരെയ്ക്കും അവിടെ ഒരു ബെല്ലും ഉണ്ട്, ലൈറ്റും ഉണ്ട്. ബെല്ല് ഇന്ന് വരെയ്ക്കും ആരും അടിച്ചിട്ടില്ല. അവർക്ക് പേടിയായിരിക്കും ഞങ്ങൾ നീ അപ്പളിക്ക് ഓടി എത്തിയാലെന്ന്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഗേറ്റിലേക്കും കുറേ ദൂരമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് 3 നായ്ക്കളുണ്ട്. അപ്പോൾ അവർ നന്നായിട്ട് കോമ്പൗണ്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് ആ നായ്ക്കളാണ് ഞങ്ങളിനെ ഉണർത്താറ്. സത്യത്തിൽ ഞങ്ങൾക്ക് വേറെ സെർവൻസ് ഉണ്ട്. ഞാൻ 2 സ്ത്രീകളെ വെച്ചിട്ടുണ്ട്. കുട്ടികളെ കിട്ടി അവരെ നോക്കാൻ വേണ്ടിയിട്ട് 2 സ്ത്രീകളുണ്ട്. മേഡത്തിലേക്ക് വരാം. അഡ്വക്കേറ്റ് ഷെരീഫുള്ളത്ത്, സദാചാര പോലീസ് പല ഭാഗങ്ങളിലും അവരുടെ തന്നിറം പുറത്തെടുക്കാറുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും സംഘടനകൾ ഒരുപക്ഷെ ഈ ഒരു പ്രവണത ഇല്ലാതാക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ആയിരിക്കുമോ ഈ ഒരു ഭീഷണി ഉണ്ടായിരിക്കുക? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളെ കുറിച്ചും അതിന്റെ ഒരു സാഹചര്യങ്ങളെ കുറിച്ചും ഞാൻ അജ്ഞനാണ്. എങ്കിൽ പോലും ഇത്തരം ചില പൊതുകാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തികളെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയുണ്ടാകുന്ന ശ്രമങ്ങൾ അത് അപലപനീയമാണ്. ഇവിടെ അമ്മത്തൊട്ടിൽ നടത്തുന്നു എന്ന് പറയുന്നത് അത് ഡോക്ടർ വളരെ അഭിമാനകരമായി പറയുന്ന കാര്യമാണെങ്കിൽ പോലും അമ്മത്തൊട്ടിൽ പോലുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി പൂർണ്ണമായി നിയമവിധേയമായിട്ടായിരിക്കും അത് നടക്കേണ്ടത്. കളക്ടർ പറഞ്ഞുവെന്നോ SP പറഞ്ഞുവെന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ശരിയായ പ്രവണതയല്ല. അതിന് കൃത്യമായ ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ സമ്പാദിച്ചിരിക്കണം. അതിനുശേഷമായിരിക്കണം ഇത്തരം സ്ഥാപനങ്ങൾ നടത്തേണ്ടത്. അതാണ് അതിന്റെ നിയമപരമായ രീതി. വക്കീലുണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ വക്കീൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതോ കിട്ടിയ എല്ലാ കുട്ടികളെയും CWC കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഔദാര്യമായ പ്രവണത എന്നുള്ള രീതിയിലാണ് നോക്കിക്കാണരുത്. രാജ്യത്ത് നിലനിൽക്കുന്ന ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് നിയമവിധേയമായി ഒരു കുഞ്ഞിനെ ഏതൊരു പൊതുപ്രവർത്തകനാണെങ്കിലും ആരാണെങ്കിലും
ലഭിച്ചാൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പിലാണ് ഹാജരാക്കേണ്ടത്. അതിന് കൂടുതൽ ബോധവൽക്കരണം മാത്രം മതി. സ്വന്തമായി അമ്മയ്ക്ക് തന്നെ നേരിട്ട് ഉപേക്ഷിക്കാതെ ബന്ധപ്പെട്ട CWCയുടെ മുമ്പിൽ ഹാജരാക്കാൻ സാധിക്കും. ഹാജരാക്കിയാൽ ഏറ്റെടുക്കുന്നതും അത് ദത്ത് നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ നിയമവിധേയമായി ദത്ത് നൽകാവുന്ന കുട്ടി എന്ന് ഡിക്ലെയർ ചെയ്യുന്നതിന് നമുക്ക് സംവിധാനമുണ്ട്. ആ സംവിധാനത്തിനകത്തേക്ക് വരുന്നതിന് ആളുകൾക്ക് വേണ്ട ഉപദേശങ്ങളും മറ്റും നൽകുക. അമ്മത്തൊട്ടിൽ എന്ന പേരിൽ പരസ്യമായി സ്ഥാപിക്കുന്ന സ്ഥലങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോയി വെക്കുമ്പോൾ എന്തെല്ലാം അപകടങ്ങൾ ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, മഞ്ചേരി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് പരിസരത്തുള്ള അമ്മത്തൊട്ടിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച പിതാവ് വളരെ ക്രൂരമായ മർദ്ദനമേൽക്കാനും നാട്ടുകാർ ഒന്നിച്ച് ഇടപെട്ട് ഈ കുഞ്ഞിനെ എന്തിനു ഉപേക്ഷിക്കുന്നു എന്ന് ചോദിച്ച് ബഹളം വെച്ച സംഭവം ഈ അടുത്ത ദിവസങ്ങളിലാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഈ അമ്മത്തൊട്ടിൽ പോലെ പരസ്യമായി ചെയ്യുന്നതിന് പകരം തന്നെ നിയമവിധേയമായി ബന്ധപ്പെട്ട 1ാം ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് അധികാരമുള്ള സ്ഥാപനത്തിന് മുന്നിൽ നേരിട്ട് ഹാജരായി തന്നെ അമ്മ കേൾപ്പിക്കാം. മുമ്പൊക്കെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അല്ലെങ്കിൽ കുറ്റിക്കാട്ടിൽ ഉറുമ്പരിച്ച നിലയിലൊക്കെ കണ്ടിരുന്നു. അപ്പൊ ഈ അടുത്ത കാലത്തായി നമുക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ 100 കണക്കിന് കുട്ടികളെ കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ സമീപിക്കുന്ന സംഭവമുണ്ടായി. ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ CWCയുടെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കുന്ന 2009 ഹൈക്കോടതി വിധിയെ തുടർന്നാണ്. 2009 ശേഷം ഇത്തരത്തിൽ നിയമവിധേയമല്ലാത്ത രീതിയിലുള്ള സ്ഥാപനങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നു. തിരൂരിലെ സ്ഥാപനത്തെ കുറിച്ച് നാളിതുവരെ ഒരു പരാതിയോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ ഇല്ലാത്തത് കൊണ്ട് അത് സമ്പാദിക്കണം എന്ന് അവരെ ഉപദേശിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയറിന് അപ്പുറത്തേക്ക് മറ്റൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ആ സ്ഥാപനത്തെ കുറിച്ചോ ആ സംഘടനയെക്കുറിച്ചോ മറ്റൊരു രീതിയിലുള്ള ദുരാരോപണവും ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഇത് നിയമവിധേയമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. നമ്മുടെ സർക്കാർ സംവിധാനത്തിനകത്ത് രജിസ്ട്രേഷൻ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഷെരീഫുള്ളത് അല്പസമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരുക. ഡോക്ടർ, ആധുനിക രീതിയിൽ പരിഷ്കരിക്കുകയാണ് എന്ന് പറയുന്നു അമ്മത്തൊട്ടിൽ. ഷെരീഫുള്ളത് പറഞ്ഞതുപോലെ അത്തരത്തിൽ നിയമ സാധുത കൂടി ഡോക്ടറുടെ ഒരു നല്ല സേവനമാണ് നടത്തുന്നത്. അത് നിയമപരമായി തന്നെ മുന്നോട്ട് പോവുകയും തീർച്ചയായിട്ടും എനിക്ക് അഡ്വൈസ് ചെയ്തതിന് വളരെ വളരെ നന്ദി പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും അടുത്ത് തന്നെ നാളെ തന്നെ അതിനെ പറ്റിയുള്ള നടപടിയെടുത്ത് അത് ഞാൻ രജിസ്റ്റർ ചെയ്യാൻ പോവാം. തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യും. ഏത് രീതിയിലാണ് ആധുനിക രീതിയിൽ പരിഷ്കരിക്കുമെന്ന് പറയുന്നു? എങ്ങനെയാണ് ഇനിയൊരു എങ്ങനെയാണ് ഗവൺമെന്റിൽ നിന്ന് സഹായമുണ്ടോ? ഏത് രീതിയിലാണ് അതിന് എനിക്ക് ആരുടെയും സഹായമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ രജിസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ നാളെ തന്നെ ഞാൻ വക്കീലിനെ കണ്ടിട്ട് അത് രജിസ്റ്റർ ചെയ്തിട്ട് പക്ക ആക്കാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ചെയ്യാം. ഞാൻ പ്രദേശവാസികളുടെ സഹകരണമൊക്കെ എങ്ങനെയാണ്? ഈ അമ്മത്തൊട്ടിലിന് ഒരു സ്വീകാര്യത തന്നെയല്ലേ നാട്ടിൽ? തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായം തന്നെയാണ്. ഒരു കുഞ്ഞിന് ജീവൻ കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര വളരെ സന്തോഷമാണ്. ആ കുട്ടിക്ക് ഒരു ജീവനായില്ലേ, ഇനി ആ കുട്ടി വളരെ വലുതായിട്ട് നല്ലൊരു സ്ഥിതിയിലെത്തില്ലേ, ആ കുട്ടീനെ നല്ലൊരു വീട്ടിൽ അഡോപ്റ്റ് ചെയ്ത് പോകുമ്പോൾ എത്ര സന്തോഷമുണ്ട്. ഇല്ലെങ്കിൽ ആ കുട്ടി ആ തെരുവിൽ നായയുടെയും പൂച്ചയുടെയൊക്കെ കടി കൊണ്ടിട്ട് വളരെ കഷ്ടപ്പെടേണ്ട കുട്ടി പിന്നിപ്പോൾ നന്നായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള വളരെ നല്ല കാര്യമാണത്. ആൾക്കാർക്കൊക്കെ വളരെ നല്ല അഭിപ്രായം ഇതിനെ പറ്റിയിട്ട്. ഭീഷണി ഉണ്ടെങ്കിലും ധൈര്യമായി തന്നെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും. ഇപ്പം ഞങ്ങൾ ചെറിയൊരു ഇത് ചെയ്യാനായില്ല അമ്മത്തൊട്ടിലിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി നന്നാക്കാണ് അതിന്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ തീർച്ചയായിട്ടും പിന്നെയും തുടങ്ങിപ്പോകും. എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്, ഞങ്ങളുടെ നെയ്ബേഴ്സിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. എല്ലാവരും എനിക്ക് അവരുടെ നമ്പറൊക്കെ തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളതിന് വിളിക്കണം, ഞങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചേച്ചി ചെയ്യുന്ന വളരെ നല്ല കാര്യമാണ്. ഇത് മുടക്കാൻ പാടില്ല എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. പോലീസിൻ്റെ വളരെ നന്നായിട്ടാണ് അവരും അതെ വിളിച്ച ഉടനെ അവരെത്താറുണ്ട്. എല്ലാ സഹായവും അവരും ചെയ്തു തരാറുണ്ട്. ശ്രീ ഷെരീഫുള്ളത്, ചർച്ച അവസാനിപ്പിക്കാം. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ അവസാനമായി പറയാനുള്ളത്? നിയമപരമായി കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുവാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലല്ലോ? അല്ല, തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഉദ്ദേശം 4-4.5 വർഷം മുമ്പ് തന്നെ ഈ അമ്മത്തൊട്ടിലുമായി ബന്ധപ്പെട്ട് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന കുട്ടികളെ തൃശ്ശൂരിലെ ഒരു സ്ഥാപനത്തിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട എൻക്വയറി നമ്മൾ നടത്തിയിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ ഡോക്ടർ നേരിട്ട് CWCയിൽ ഹാജരാവാനോ മറ്റോ തയ്യാറാവാതെ ഒരു വക്കീലിനെ അയക്കുകയാണ് ഉണ്ടായത്. അതൊന്നും അത്തരത്തിലുള്ള പ്രവണതകൾ ആശാസ്യകരമല്ല. CWCയുമായി കോപ്പറേറ്റ് ചെയ്ത് കൃത്യമായി അവർ തന്നെ നേരിട്ട് വന്ന് ഇന്ന് അവർ ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് എക്സ്പ്രസ് ചെയ്തിരുന്നെങ്കിൽ 4.5 വർഷം മുമ്പ് തന്നെ അവരുടെ രജിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന് ശുപാർശ ചെയ്യാനും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളിലും വേണ്ട നടപടികൾ എടുക്കാനും ഞങ്ങളെ കൊണ്ട് സാധിക്കുമായിരുന്നു. ദൗർഭാഗ്യവശാൽ
ചെയ്തു പോയിരിക്കുന്ന 3-4 കുട്ടികളെ പ്ലേസ് ചെയ്തിരിക്കുന്ന നിയമവിധേയമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അപേക്ഷയും അതിനുള്ള ഒരു തീരുമാനവും എടുക്കുന്നതിൽ അവസാനിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് ഈ നിയമം വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഡോക്ടറെ പോലുള്ള പൊതുപ്രവർത്തകരെ കൂടി സഹകരിപ്പിച്ച് വളരെ ഭംഗിയായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അവരെയൊക്കെ ഈ കാര്യങ്ങളിൽ നിയമവിധേയമാക്കുന്നതിന് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഞങ്ങളെ പോലുള്ള ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാമൂഹ്യ പ്രവർത്തന രംഗത്തുള്ള ആളുകൾ. ആയതുകൊണ്ട് തന്നെ ഡോക്ടർ ഇന്ന് ഈ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ അടുത്ത ദിവസം തന്നെ എന്ന് പറയുന്നത് അടുത്ത ദിവസം തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങളുണ്ടെങ്കിൽ 100% അവരെ നിയമവിധേയമാക്കി കൊണ്ടുവരാനും കുട്ടികളെ രക്ഷിക്കുന്ന പ്രക്രിയയിൽ അവരുടെ ഭാഗത്തു നിന്നും പരമാവധി സഹകരിപ്പിക്കുന്നതിനും അതിനുവേണ്ടി അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കാനും മലപ്പുറം CWCയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇത്തരത്തിലുള്ള പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളെ ഈ പ്രശ്നങ്ങളുടെ പേരിലോ ഇനി മറ്റേതെങ്കിലും പ്രശ്നങ്ങളുടെ പേരിലോ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആശാസ്യകരമല്ലാത്ത രീതിയിൽ ഭീഷണിപ്പെടുത്തുകയോ ചില പ്രയാസകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യുന്ന ആരാണെങ്കിലും അവർ സാമൂഹ്യദ്രോഹികളാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അപലപനീയമാണ്. യാതൊരു കാരണവശാലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അഭിപ്രായങ്ങൾ പറയാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം കൂച്ചുവിലിടാൻ സാധിക്കരുത്, അതിനനുവദിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി ശ്രീ ഷെരീഫുള്ളത്ത്. ഈ വേളയിൽ പ്രതികരിച്ചതിന് അവസാനിപ്പിക്കാം. ശ്രീ ഡോക്ടർ കുമാരി സുകുമാരൻ, ഒരുപക്ഷെ ഈ ഒരു നിയമസാധുത ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഭീഷണിപ്പെടുത്തുവാൻ അവർക്കുള്ള ധൈര്യം വന്നത് ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കില്ലേ? ശരിയാണ്. ഞാനിപ്പോൾ അത് വിചാരിക്കുന്നു. അവർ വിചാരിച്ചിട്ടുണ്ടാവും യാതൊരു ലീഗൽ ഇതില്ലാണ്ട് ഞാൻ തുടങ്ങിയതിനായിരിക്കണം എനിക്കിങ്ങനെ ചെയ്യുന്നുണ്ടാവുമെന്ന് ആയിരിക്കാം, അറിയില്ല. എന്താ വെച്ചാൽ ഞാൻ തുടങ്ങുന്ന സമയത്ത് CWC ഉണ്ടായിരുന്നില്ല മലപ്പുറത്ത്. പക്ഷെ ഇപ്പോൾ അവരും ഉണ്ട്. അവരെന്നോട് അഡ്വൈസ് എന്നോട് എപ്പോഴും വന്ന് കാണാറുണ്ട്. ഞാൻ അവരെന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും വക്കീൽ പറഞ്ഞ മാതിരി നാളെ തന്നെ ഞാൻ ലീഗലായിട്ട് എല്ലാ നടപടിയും എടുത്ത് അത് ലീഗലൈസ് ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്യുക. ഡോക്ടറുടെ നല്ല മനസ്സുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇല്ലാതിരിക്കാൻ എന്താണ് ഇത്തരത്തിലുള്ള അമ്മമാരോട് പറയുവാനുള്ളത്? ഈ ഒരു അത് എനിക്ക് അമ്മമാരോട് ഇതന്നെ പറയാനുള്ളൂ. ആവണതും ഒരു അമ്മയും അവരെ മനസ്സ് വിചാരിച്ചിട്ട് ഒരു കുട്ടീനെ ഉപേക്ഷിക്കില്ല, അത് സത്യമാണ്. അതിൻ്റെ പിന്നാലെ വേറെ കുറേ കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കാം. അതുകൊണ്ട് ഉപേക്ഷിക്കരുത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഉപേക്ഷിക്കപ്പെട്ടാൽ റോഡിലും ഇങ്ങനെ ഹോസ്പിറ്റലിൻ്റെ കക്കൂസിലൊന്നും എറിയരുത്. എന്നുവെച്ചാൽ അവിടെ നല്ലൊരു അമ്മത്തൊട്ടിലുണ്ട്, അവിടെ ഇട്ട് ആ കുട്ടികൾക്ക് നല്ല ഭാവിയുണ്ട്, അവരും ജീവിക്കട്ടെ. നമുക്കൊരു ജീവനെ കൊടുക്കാൻ പറ്റില്ല, പിന്നെ നമ്മൾ ഏത് അധികാരത്തിലാണ് ഒരു ജീവനെ എടുക്കാൻ പറ്റണത്? ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇത് ഞാൻ നിങ്ങളോട് ചെയ്യിപ്പിക്കുകയല്ല, പക്ഷെ അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് കുട്ടീനെ വേണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോയി അവിടെ ഇവിടെ എറിയാൻ പാടില്ല. എല്ലാവർക്കും ജീവിക്കാനുള്ള അധികാരമുണ്ട്. അതിലെല്ലാവരും നന്മനസ് കാണിക്കണം. എൻ്റെ അമ്മത്തൊട്ടിലിനെ പറ്റിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഭീഷണിയൊന്നും പെടുത്തരുത്. ഞങ്ങൾക്ക് ഇതിനെ കൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഞങ്ങൾ ഒരു കുട്ടികളുടെ ജീവനെ രക്ഷിക്കാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതോടെ നമുക്കൊന്നും നേടാനില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ സഹകരിക്കണം മാത്രം പറഞ്ഞുകൊണ്ട് നമസ്കാരം. നന്ദി ഡോക്ടർ കുമാരി സുകുമാരൻ വേളയിൽ സ്റ്റുഡിയോയിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചതിന്. അതോടൊപ്പം അഡ്വക്കേറ്റ് ഷെരീഫുള്ളത്ത്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ജുവൈനൽ ജസ്റ്റിസ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് പോവാം.